ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സിജോ ചേട്ടനെ വിളിക്കാം. ആണോ? നല്ലത്. ഓക്കെ. അപ്പൊ ചേച്ചി എന്താ പറയണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫോൺ ആണെങ്കിൽ ഒരു കടയിൽ വെച്ച് മറന്നുപോയി. എന്നാലും ചോദിക്കാ ഇത് ഏൽക്കും, അടിച്ചേൽപ്പിക്കണം. അപ്പൊ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ സെറ്റ്. അതെ, എരിയുന്ന തീയിൽ എണ്ണ പകരണോ സഹോദരിമാരെ? എണ്ണ ഇല്ലാതെ തന്നെ എത്ര നാൾ വേണമെങ്കിലും എരിയാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നെ ആരാ ഇപ്പൊ വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ സിജേട്ടാ, ഞാൻ നന്ദുവാ. നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. ആ പെണ്ണ് പറയുന്നൊന്നും നീ വിശ്വസിക്കല്ലേട്ടാ. എന്റെ മൊബൈല് ഞാൻ ഒരു കടയിൽ വെച്ച് മറന്നു മനുഷ്യ. അപ്പൊ ഏതാ ഞാൻ വിളിച്ചു, കൊറേ വട്ടം വിളിച്ചു, എടുക്കണില്ല അവര്. അതിനിത്തിരി ബോധം വേണോടോ. എനിക്ക് കടയുടെ പേര് അറിയില്ല. ഞാൻ ആ തുണിക്കടവന്റെ ഇവിടേക്ക് വന്ന ലുലുലിക്ക് വന്ന, ഞാൻ പറഞ്ഞിലേക്ക് ഷൂട്ടുണ്ടെന്ന്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതെ, ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു. ഞാൻ കൊറേ വട്ടായി ഞാൻ വിളിക്കുന്നു, എടുക്കണില്ല. ഞാൻ ഈ ഫോണിൽ നിന്ന് രജിന്റെ ഫോണിൽ നിന്നൊക്കെ മാറി മാറി വിളിച്ചു, എടുക്കണില്ല. ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. ഒന്ന് വിളിക്കേ. എനിക്ക് വേറെന്താ പണി? നിങ്ങളെവിടെയാ? എന്തൊരു വിനയം, എന്തൊരു താഴ്മ. എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? എനിക്കാകെ ടെൻഷൻ. എന്താ ചെയ്യപ്പോ? വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നാഷണൽ അവാർഡ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, ഞാനിങ്ങനെ അവാർഡിന് വേണ്ടി. ഇത് നന്ദനയുടെ ഫോണാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഫേക്ക്. മെഹർബാ മെഹർബാ പേടിച്ച. ആ നമ്പർ മനസ്സിലായി. സിജോ ചേട്ടാ, ഞാൻ ഇന്റർവ്യൂടെ തെറി പറയരുത്. ഓക്കെ. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. താങ്ക് യു ചേട്ടാ. മ്യൂട്ട് ചെയ്തിട്ടോട്ടാ. ഇത്രയും മതിയോ? അതോ ഇനിയും വേണോ? മതി. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി.